അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നോലുമ്പ് പെലച്ചക്ക് ചിലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും നീച്ചോ? എല്ലാവരും പണിയൊക്കെ ഒരുങ്ങിയോ? ഞാനേതായാലും ഒരു 10-11 മണിയായപ്പോൾ നീച്ചു. എന്നിട്ടൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാനൊരു വാർത്ത കണ്ടുവന്നു. വാർത്ത എന്ന് പറഞ്ഞാൽ 24-ലെ SKN ഉണ്ടല്ലോ, SKN മറ്റേ അഫാൻ്റെ ഉമ്മാനെ പോയി സന്ദർശിച്ചു. അഫാൻ്റെ ഉമ്മാനെ പോയി കണ്ടിട്ട് അഫാൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഇനി നിങ്ങൾ ആ പഴയ വീട്ടിലേക്ക് പോകണ്ട, നിങ്ങൾക്ക് 2 പേർക്കും, അതായത് റഹീമുക്കാക്കും അഫാൻ്റെ ഉമ്മാക്കും കൂടിയായിട്ട് ഒരു പുതിയ വീട് SKN വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. കാരണം മനുഷ്യൻ്റെ മനസ്സാക്ഷി ഒന്ന് ആലോചിച്ച് നോക്കണം. എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് പറയട്ടെ, എന്നിട്ട് മറ്റൊരു ഭാഗം ഞാൻ പറയാം. 5 എണ്ണത്തിനെ തലക്കടിച്ച് കൊന്ന ഒരു മകൻ്റെ ഉമ്മയും വാപ്പയുമാണത്. വാപ്പാക്ക് യാതൊരു പങ്കും അതിലില്ല. വാപ്പ ഗൾഫിൽ നിൽക്കണു, അധ്വാനിക്കണു, പൈസ അയക്കണു. ഉമ്മയും മോനും ആണ് മറ്റേ കടങ്ങൾ വാങ്ങിയതും പ്രശ്നങ്ങളായതും എന്ന് പറയുന്നു. ആ ഒരു കടംകാരനാണ് ഈ കുടുംബം തന്നെ മൊത്തം ഇങ്ങനെ നശിച്ചു പോകേണ്ടി വരുന്നതെന്നും പറയണു. അപ്പോൾ ഒരു വീടുണ്ടായിക്കൊണ്ട്, നല്ല അന്തസ്സായിട്ടുള്ളൊരു വീട് അവിടെ നിലനിർത്തിക്കൊണ്ട് SKN പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പുറത്തൊരു വീട് ഞാൻ വെച്ച് തരാം, പുതിയ വീട്ടിലേക്ക് പോയിക്കോളി, പഴയ വീട് നിങ്ങൾക്ക് വേണ്ട. കാരണം ആ ഓർമ്മകൾ മനുഷ്യനെ കൊല്ലുമല്ലോ, അതുകൊണ്ടത് വേണ്ട. അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഉമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടി പറയുകയാണോ അതോ കട്ടിലിൽ നിന്ന് വീണത് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ കട്ടിലിൽ നിന്ന് വീണതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞാൻ കട്ടിലുമെന്ന് വീണത് തന്നെയാണ്. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് തരുമോ സാറേ, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് തരുമോ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ SKൻ്റെ വകയായിട്ട് ഇനിയിപ്പോൾ റഹീമുക്കാക്കും ഷെമിക്കും വീടാകാൻ പോകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വൈകൃതമാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ മസ്റൂറ ഫാത്തിമ പറയുന്ന ചാനലുടമ നെജില ഒരു വീടിന് വേണ്ടി എല്ലാവരുടെ അടുത്തും കൈ നീട്ടി. അങ്ങനെ ഒരു വീടാവുകയും ചെയ്തു. ആ വീടായി ആ വീട്ടിലേക്ക് ചെന്ന് ഇരുന്നിട്ട് ആ പെണ്ണിന് ജീവിക്കാനൊരു സമാധാനം ഉണ്ടാകുമില്ല. പിന്നെ കുറച്ചൊക്കെ അവൾ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മളും ചിലതൊക്കെ പ്രതികരിച്ച് പോകും. അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവാം അവൾ കുറേ. അപ്പോൾ അതൊരു കാര്യം. ഞാൻ ഈ SKN പെട്ടെന്ന് ഇവർക്കൊരു വീടെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ 2 മുഖങ്ങളാണ് വന്നത്. ഒന്ന് നെജിലാൻ്റെയും ഒന്ന് റിഷ മൊയ്തുവിൻ്റെയും. ഇപ്പോൾ നെജിലാക്ക് വീടായി, അത് അങ്ങനെ ഒരു ഭാഗത്ത് ഒതുങ്ങി നോക്കി. ഇപ്പോൾ റിഷ മൊയ്തും ഉണ്ട്. റിഷ മൊയ്തു വീട് ജപ്തിയാകണീൻ്റെ മുമ്പ് തന്നെ വിറ്റ് കടം വീട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട്, അധ്വാനിച്ച് ജീവിച്ചൂടെ, എന്തിന് 6 മക്കളെ ഉണ്ടാക്കാൻ പോയത്? 6 മക്കളുണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്, നാട്ടുകാർക്കല്ല. നമ്മളത് ഏറ്റെടുക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. നിങ്ങളെ വീട് ലോണ് വെച്ച് ജപ്തി അതിനെ നമ്മളെന്ത് ചെയ്യാനാ? അങ്ങനെ പല ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ നേരെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പല വീഡിയോസുകളും ഞാൻ കണ്ടു, പല ചോദ്യങ്ങളും ഞാൻ കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും കൂടി ഇടയിലുള്ള മനുഷ്യൻ്റെ മനസ്സിനെ ഞാനൊന്ന് ചിന്തിച്ചു പോയതാണ്. കാരണം ഒരു മകൻ 5 എണ്ണത്തിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നിട്ട് ആ വീട് പോലീസുകാർ അവരെ തെളിവെടുപ്പിന് ഇതിനു വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. അഫാൻ്റെ വീട്, ആ വീട് അവിടെ ഇരുന്നോട്ടെ, ആ വീട്ടിലേക്ക് ഇനി നിങ്ങൾ പോവണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു വീട് വേറെ വെച്ച് തരാം. മനസ്സിലായോ? അപ്പോൾ മനുഷ്യൻ്റെ മനസ്സുകൾ കണ്ടോ? മനുഷ്യൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് കണ്ടോ? ആ മനുഷ്യന് ചിന്തിച്ചൂടെ, ഇവർ കാരണം ഇവരാണ് ഇങ്ങനെ ഇവരെ മകനെ അങ്ങനെ നശിപ്പിച്ചത്. 5 എണ്ണത്തിനെ കൊന്ന മകന് കുടുംബം തന്നെ വേണ്ടെന്ന് വെച്ചാൽ ഉമ്മാനെ ഇപ്പോൾ കടത്തിയേക്കുന്നത് ഷെൽട്ടർ ഹോമിലാണ്. കുടുംബം തന്നെ വേണ്ടാന്ന് വെച്ചു. ആ ഭർത്താവ് നിവൃത്തിയില്ല മനുഷ്യന്. ആ മനുഷ്യൻ മാത്രമാണ് ഇപ്പോൾ വെളിയിൽ നിന്നുകൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. അവിടെ നോക്കാൻ ആളുണ്ട്, പക്ഷെ എന്നാലും സംരക്ഷിച്ചു കൊണ്ടിരിക്കണം അവരാണ്.
അപ്പോൾ ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണേ, നിങ്ങളെ പഴയ വീട്ടിലേക്ക് പോവണ്ട, നിങ്ങൾക്ക് പുതിയ വീട് ഞാൻ ഉണ്ടാക്കി തരാം അല്ലേ. ഈ നെജില വീടിന് വേണ്ടി കൈ നീട്ടിയതും അതേമാതിരി റിഷ വീടിന് വേണ്ടി കൈ നീട്ടിയവരും ഈ വാർത്തയും ഒന്ന് കാണണം. മനുഷ്യൻ്റെ മനുഷ്യത്വം എത്രത്തോളാണെന്നുള്ളത് ഈ വാർത്തകൾ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. കാരണം നമ്മളെ ഭാഗത്ത് നിന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുക, മറ്റൊരാളെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ 24 SK ആസ്മി അവരെയൊക്കെ മനസ്സും അവർ ചിന്തിക്കുന്നതും അവരെ ഭാഗത്തു നിന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കുകയാണ്. കാരണം ഞാനും എൻ്റെ മനസ്സിൽ പോലും തോന്നാതെ, നമ്മൾ ആർക്കും തോന്നാത്ത ഒരാശയം ആ SKക്കും അവരുടെ ടീമിനും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താ പറയുക? അവരാണ് ആ മകനെ അങ്ങനെ ആക്കിയത്, അവരനുഭവിക്കണം. സ്വന്തം കുടുംബങ്ങളെ ഏറ്റെടുത്തില്ല, ഒരു ഹോമിൽ കൊണ്ടുപോയി ഇപ്പോൾ നിർത്തിയിരിക്കണം. അവരനുഭവിക്കേണ്ടവരാണ്. ഇതൊക്കെയാണ് നമ്മളെപ്പോലുള്ളവർ പറയുക. പക്ഷേ അള്ളാഹു അവർക്കും ഒരു വഴി വെച്ചു കൊടുത്തത് കണ്ടില്ലേ? കാരണം ഓർമ്മകൾ പോലും അവരെ വേട്ടയാടരുത് എന്ന് വെച്ചിട്ട് അവർക്കൊരു പുതിയ വീടുണ്ടാക്കി കൊടുക്കണം. ആ പുതിയ വീട്ടിലേക്ക് ഇനി പോകാമെന്ന് പറയുന്നു. അതും ഒരു മനുഷ്യനല്ലേ. ആ മനുഷ്യനും നമ്മൾക്കുള്ളതുമാതിരി ഒരു മനസ്സ് തന്നെയല്ലേ ഉള്ളത്. നമ്മളെ മാതിരി 2 കണ്ണുകൊണ്ട് തന്നെയല്ലേ അവരും ലോകത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മളെ ചിന്താഗതികളിലുള്ള മാറ്റാണത്. മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ ഉള്ള വ്യത്യസ്തതയാണ് ഈ 3 നമ്മൾ കാണുക. അതായത് അഫ്വാൻ്റെ കുടുംബത്തിനെ SKയെ നോക്കിക്കാണുന്നതും നമ്മൾ മസ്റൂറ ഫാത്തിമാനെ നോക്കിക്കാണുന്നതും അതേമാതിരി റിഷ മൊയ്തു എന്ന യുവതിയെ നോക്കിക്കാണുന്നതും 3 തരത്തിലായിട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം അതേ SKM വന്ന് ഇവിടെ റിഷ മൊയ്തുവിനോ അല്ലെങ്കിൽ മസ്റൂറ ഫാത്തിമ എന്ന ചാനലുടമ നെജിലാക്കോ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിരുന്നെങ്കിൽ എന്തെല്ലാം മനുഷ്യർ പറയുമായിരുന്നു. ഇതും ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. നോക്കട്ടെ എന്തൊക്കെയാണ് പറയാമെന്നൊന്നും അറിയണമല്ലോ, ഒരാകാംക്ഷ എനിക്കുണ്ട്. കാരണം എന്തൊക്കെ പറയും, എങ്ങനെയൊക്കെ ആവുമെന്ന്. മനുഷ്യൻ്റെ മനസ്സാണ്. നമ്മൾ എപ്പോഴും നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം പ്രവർത്തിച്ചാൽ നമ്മൾക്കും അതേ വരുള്ളൂ. കാരണം ആ ഉമ്മയും ആ കുടുംബവും ആ മോനും ഒരുപക്ഷെ നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് ആ പഴയ വീട്ടിലേക്ക് പോയ ഓർമ്മകൾ അവരെ വേട്ടയാടും. അതുകൊണ്ട് ആ വീട്ടിലേക്കേ നിങ്ങൾ പോവണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ വീട് വെച്ച് തരാം, ആ വീട്ടിൽ പോയി നിങ്ങൾ താമസിച്ചോളൂ, അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ തുടരൂ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പുതിയൊരു വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ അവരെപ്പോഴോ ചെയ്തു വെച്ച പുണ്യത്തിൻ്റെ ഫലം അവർക്ക് ഇപ്പോൾ കിട്ടുന്നു. അതാണ് കാരണം. അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മാനസികാവസ്ഥകളൊന്ന് ചിന്തിച്ച് നോക്കി. ഇവിടെ എൻ്റെ മോൻ ഇരുന്ന സ്ഥലം, ഇവിടെ എൻ്റെ മോൻ കിടന്ന സ്ഥലം, ഇവിടെയാണ് ഞാൻ എൻ്റെ മക്കൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച സ്ഥലം, ഇവിടെയാണ് എൻ്റെ മോൻ എന്നെ ഉമ്മ എന്ന് വിളിച്ച് വന്ന സ്ഥലം അല്ലേ, ഇവിടെ വെച്ചാണ് ഞാൻ എൻ്റെ മോനെ വഴക്ക് പറഞ്ഞത്. ഇതെല്ലാം ഓർമ്മയിൽ വരും. ആ ഉമ്മ ആരോടും പറഞ്ഞില്ലെങ്കിൽ ആ ഉമ്മാൻ്റെ മനസ്സിലുണ്ടാവും. ആ ഷോൾ എടുത്ത ചങ്കൽ മുറുക്കി റൂമിലിട്ട് പൂട്ടിയ റൂമിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഓർമ്മ ഉമ്മാക്ക് വരും. കടന്നിരുന്ന ചുറ്റി കൊണ്ട് തലക്കടിച്ച് പൊട്ടിച്ച് അവിടെ കടന്നിരുന്ന ആ റൂമിൻ്റെ ഭാഗത്ത്, ആ കടന്ന ഭാഗത്ത് വരുമ്പോൾ തോന്നും ഇവിടെയല്ലേ എൻ്റെ മോൻ. മനസ്സാക്ഷിക്കറിയാമല്ലോ, കട്ടിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞാലും സ്വന്തം മനസ്സാക്ഷിയോട് നുണ പറയാൻ പറ്റില്ലല്ലോ, അവിടെ പറ്റില്ല. പക്ഷെ ആ ഓർമ്മ പോലെ ആ ഉമ്മാനെയും ആ വാപ്പാനെയും വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് SKN ഒരു വീട് പുതിയതായിട്ടുണ്ടാക്കി തരാം, ആ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയുന്നത്. അപ്പോൾ നന്മ ചെയ്യുന്ന മനസ്സുകളും മനുഷ്യനും ഒരുപാട് നമ്മൾക്കിടയിലുണ്ട്. നമ്മൾ അങ്ങനത്തെ വരെ കുറ്റം പറയാൻ പാടില്ല. ഒരുപാട് ആൾക്കാരുണ്ട്.
കാരണം ഒരു മനുഷ്യന് നമ്മൾ എൻ്റെ മനസ്സിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇതെന്താണെന്ന് അറിയാം, എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് കേട്ടോ. നമുക്ക് ഒരു നേരത്തെ ആഹാരം അത് എത്ര അകലെയാണ് നമുക്ക് റബ്ബ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടും, അതല്ലെങ്കിൽ ആ ആഹാരം നമ്മളടുത്ത് എത്തിപ്പെടും. കാരണം പടച്ച റബ്ബിൻ്റെ വിധിയാണ്. ഈ ആഹാരം ഇന്ന ആൾക്ക് ഇന്ന സമയത്തിന് ഞാൻ കൽപ്പിച്ചതാണ്, അത് അവിടെ എത്തണമെന്നോ അല്ലെങ്കിൽ അയാൾ അവിടെ എത്തണമെന്നോ. അപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഈ നെജിലാൻ്റെയും മറ്റേ റിഷ മൊയ്തുവിൻ്റെ ഒക്കെ കാര്യത്തിൽ. കാരണം അവർക്ക് അതേമാതിരി തന്നെ ഇപ്പോൾ SKM അഫാൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണ വീടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കണുള്ളൂ. ഇങ്ങനെയൊക്കെ നിൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം, എന്നിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ വെക്കണം. പടച്ച റബ്ബിൻ്റെ കൽപ്പനയില്ലാതെ ഒന്നും എവിടെയും നടത്തില്ലല്ലോ, നടക്കൂല്ലല്ലോ, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിൽ എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു. അപ്പോൾ SKനും ആസ്മിക്കും 24-നും അവരുടെ ടീമിനും എല്ലാവർക്കും ഒരായിരം നന്ദി. കാരണം പാവപ്പെട്ട ഒരുപാട് ആളുകളെ അവർ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതേമാതിരി റിഷ മൊയ്തുവിന് സഹായമായിട്ട് വന്ന സിലു ടാക്സിന് ഒരു നന്ദി പറയാൻ ആ വീഡിയോയിൽ ഞാൻ മറന്നുപോയി. അവൾക്കും ഒരുപാട് നന്ദി. അവളും ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് വന്നവളാണ് അവൾ. ഞാൻ അവളെ വീഡിയോ കാണാറുണ്ട്. എത്രയോ മുമ്പ് തട്ടനെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തട്ടനെ ഞാൻ അവളെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ ഒരുപാട് ലെങ്തായി എന്ന് തോന്നുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത വീഡിയോയിൽ കാണാം.